നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണ ബാഴ്സലോണ കൊണ്ടുവന്നിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് കരീം അഡേമി. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ലമീൻ യമാലുമായിട്ട് ഒരു പോരാട്ടം, ഒരു കോമ്പറ്റീഷൻ പ്ലേയിങ് ലെവലിൽ അവസരം ലഭിക്കാൻ വേണ്ടിയിട്ട് നടത്തേണ്ടി വരും, അതിൽ ഭയമുണ്ടോ? അദ്ദേഹത്തിൻ്റെ മറുപടി, നോ. ഞാൻ ഒരു കളിക്കാരനെയും പേടിക്കുന്നയാളല്ല, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് കൊടുത്താൽ തീർച്ചയായിട്ടും എനിക്ക് കളിക്കാനുള്ള അവസരം വരും. അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബാഴ്സലോണ ടീമിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, എൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കണം, അതായത് ചാമ്പ്യൻസ് ലീഗ് നേടണം. ഒരു വട്ടം ഞാൻ അതിൻ്റെ തൊട്ടരികിലായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഫൈനലിൽ വീണുപോയി. അത് ഇനിയും എൻ്റെ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ അതിനു വേണ്ടി എല്ലാ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊരു ചോദ്യം, അതായത് ബാഴ്സലോണയിൽ കളിച്ചാൽ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കുമോ? നമുക്കറിയാലോ, കഴിഞ്ഞ വേൾഡ് കപ്പ് സ്ക്വാഡിലൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാൻ അതാണ് വിചാരിക്കുന്നത്. ബട്ട് ഇൻ ദി എൻഡ് എനിക്ക് കളിക്കളത്തിൽ അത് ചെയ്ത് കാണിക്കണം, പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ അതിൽ തീരുമാനമെടുക്കേണ്ടത്. എനിക്ക് തിരികെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമല്ല. ഏതായാലും ഞാൻ നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരികെ എത്താൻ പറ്റുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്നുകൂടി കരീം അഡേമി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.